തിരൂരിലേക്ക് ബൂം എക്സ്കവേറ്റർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും പുതുതായി പ്രേക്ഷകർക്ക് അറിയിക്കാനുള്ളത്. പൂജയ്ക്ക് ശേഷം ബൂം എക്സ്കവേറ്ററിനെ അകത്തേക്ക്, അതായത് അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ നൽകാൻ കഴിയുന്നു. പക്ഷേ മാധ്യമപ്രവർത്തകരെ ആ പ്രദേശത്തേക്ക് കടത്തിയിട്ടില്ല. ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ഉൾപ്പെടെയുള്ള ആ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൂം എക്സ്കവേറ്റർ അർജുനായി തെരച്ചിലിനായുള്ള ബൂം എക്സ്കവേറ്റർ, ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങളുള്ള എക്സ്കവേറ്റർ അവിടെ ഇപ്പോൾ ഷിരൂരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 60 അടി താഴ്ചയിൽ വരെ കൃത്യമായി ഏറ്റവും സുഗമമായി പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ബൂം എക്സ്കവേറ്റർ, ഹിറ്റാച്ചി കമ്പനിയുടെ ബൂം എക്സ്കവേറ്ററാണ് ഷിരൂരിൽ എത്തിച്ചിട്ടുള്ളത്. പുഴയിൽ ആണ് ഇനി പരിശോധന നടത്താൻ ഉള്ളത്. ഈ കരയിൽ, അതായത് റോഡിൽ NH 66 തന്നെ ഈ ബൂം എക്സ്കവേറ്ററിൻ്റെ പ്രധാന ഭാഗം നിലയുറപ്പിച്ച ശേഷം ക്രെയിനിന് സമാനമായ ഭാഗം ഉപയോഗിച്ചുകൊണ്ട് പുഴയിലേക്ക് അതിൻ്റെ ഈ ബൂം എന്ന് പറയുന്ന അതിൻ്റെ അവിടെ ആ ഭാഗത്തേക്ക് കുഴിച്ചു നോക്കുവാൻ കഴിയുന്ന തരത്തിലാണ് ഈ എക്സ്കവേറ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലോകരാജ്യങ്ങളിൽ തന്നെ ഇത്തരം മൈനിങ്ങിലടക്കം, അതോടൊപ്പം തന്നെ ഇത്തരം അപകടസന്ധികളിലടക്കം ഉപയോഗിക്കുന്ന ഏറ്റവും അത്യാധുനികമായ ഉപകരണമാണ്, ഏറ്റവും അത്യാധുനികമായ മണ്ണുമാന്തി യന്ത്രമാണ് ബൂം എക്സ്കവേറ്റർ എന്ന് പറയുന്നത്. അത് അവിടെ എത്തിച്ചിട്ടുണ്ട്. ഏതായാലും ആ പ്രദേശത്തേക്ക് മാധ്യമപ്രവർത്തകരെ കയറ്റുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് അടക്കമുള്ള മാധ്യമപ്രവർത്തകർ പുഴയുടെ മറുകരയിലാണ്. അതായത് ഈ അപകടമുണ്ടായതിന് മറുകരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലാകെ നൽകിക്കൊണ്ടിരിക്കുന്നത്. 35 കിലോമീറ്റർ സഞ്ചരിച്ച് ആണ് ഈ അപകടം നടന്നതിൻ്റെ നേരെ എതിർവശയിലുള്ള സ്ഥലത്ത് സന്തോഷ് അടക്കമുള്ളവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഇപ്പോൾ ആ പ്രദേശത്തേക്ക് മാധ്യമപ്രവർത്തകരെ കയറ്റുന്നില്ല. ആ ദൃശ്യങ്ങളാണ്, പുഴയ്ക്ക് മറുകരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതുവരെ 9ാം ദിവസമാകുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം അവസാനം ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. വലിയ തരത്തിലുള്ള ഒരു അപകടം ഈ ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 100-300 മീറ്റർ നീളത്തിലും ഏകദേശം 20 മീറ്റർ ഉയരത്തിലും മൺകൂന ഉണ്ടായത് നീക്കാൻ വളരെ ചെറിയ ഒരു JCB എഞ്ചിനും അതോടൊപ്പം തന്നെ JCBയുടെ എക്സ്കവേറ്ററും ഒരു ടിപ്പർ ലോറി മാത്രമായിരുന്നു ആദ്യ ദിവസം ഉണ്ടായിരുന്നത്. വളരെ സാധാരണമായ രീതിയിൽ ഒരു അപകടം നടന്നിട്ടില്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു കർണാടക സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം. പിന്നീട് കേരളത്തിൻ്റെ ഇടപെടൽ, കേരള മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും 2 മന്ത്രിമാർ, മന്ത്രി മുഹമ്മദ് റിയാസും മന്ത്രി KB ഗണേഷ് കുമാറും നിരന്തരം അവിടെ ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ സംസ്ഥാനത്തു നിന്നുള്ള 2 MLA മാർ സച്ചിൻ ദേവും ലിൻഡോ ജോസഫ് അടക്കമുള്ളവർ ആ സ്ഥലത്തുണ്ട്. ഒപ്പം തന്നെ കാർവാർ MLA സതീഷ് സിംഗ് സെയിൽ, ആദ്യം തന്നെ കർണാടകയ്ക്ക് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞത് കർണാടകത്തിൽ നിന്നുള്ള കോൺഗ്രസ് MLA സതീഷ് സിംഗ് സെയിൽ തന്നെയാണ്. ഏതായാലും ആ വീഴ്ചകൾ വലിയ തരത്തിൽ വിവാദമായപ്പോൾ, കേരളത്തിൻ്റെ കൃത്യമായ ഇടപെടലുണ്ടായപ്പോൾ സിദ്ധരാമയ്യക്ക് വരെ അവിടേക്ക് എത്തിച്ചേരേണ്ടി വന്നു. ഏതായാലും ഇപ്പോൾ ആ പരിശോധനയുടെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എക്സ്കവേറ്റർ, ബൂം എക്സ്കവേറ്റർ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഴയ്ക്ക് മറുകരയിൽ നിന്നുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പകർത്തുകയും ചെയ്തിരിക്കുന്നത്.